നമ്മൾ പ്രവേശിക്കുകയാണ്. പ്രത്യേകിച്ച് ഡോക്ടർ റൂബൽ ജോസഫ് റൂബൽ ഷാനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മുടെ കൂടെ വളരെ കുറച്ച് സമയങ്ങൾ തന്നെയായിട്ട് വിവിധമായുള്ള പ്രോഗ്രാമുകളിൽ ഒരുമിച്ച് ശുശ്രൂഷിക്കുകയും ഒരുപാട് കുഞ്ഞുങ്ങൾക്ക്, ഒരുപാട് ഫാമിലീസിന് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ, അതോടൊപ്പം തന്നെ വളരെ ഗൈഡൻസ് നീഡഡ് ആയിട്ടുള്ള വ്യക്തികളെയൊക്കെ വളരെ ഫോക്കസ്ഡ് ആയിട്ട് ശുശ്രൂഷകളിൽ സഹായിക്കുന്ന ഒരു ദൈവത്തിന്റെ ദാസനാണ് ഡോക്ടർ റൂബൽ. പ്രത്യേകിച്ച് ചെങ്ങന്നൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രതീക്ഷ കൗൺസിലിംഗ് സെന്ററിലെ എൻ്റെ ഡയറക്ടർ കൂടിയാണ്. വളരെ സന്തോഷമുണ്ട്. കാരണം ചെങ്ങന്നൂര് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അനേകം കുടുംബങ്ങളെ, അനേകം കുഞ്ഞുങ്ങളെ, അനേകം യൗവനക്കാരെ, കൗമാരക്കാരെയൊക്കെ അവർക്ക് മാർഗദർശിയായി അല്ലെങ്കിൽ പോലീസുകാരുൾപ്പെടെ ഡയറക്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു പ്രയാസങ്ങൾ അവരുടെ പരിസരങ്ങളിലോ കോളേജുകളിലോ സ്കൂളുകളിലോ ഒക്കെ നേരിട്ടാൽ തന്നെ ഡയറക്റ്റ് ചെയ്ത് ഡോക്ടറിന്റെ അടുക്കിലേക്കാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് അനേക കുഞ്ഞുങ്ങൾക്ക് ആശ്വാസമാകുകയും അതോടൊപ്പം തന്നെ ട്രാൻസ്ഫോമേഴ്സിന്റെ വിവിധമായിട്ടുള്ള പ്രോഗ്രാമുകൾ സന്തക സഹചാരിയായി നല്ലൊരു വെൽവിഷറായി കൂടെ നിൽക്കുന്ന റൂബൽ ഷാനെ പ്രത്യേകിച്ച് നമ്മുടെ ഇന്നത്തെ മീറ്റിംഗിലേക്ക് ആദ്യമായിട്ട് സ്വാഗതം ചെയ്തു. അതോടൊപ്പം തന്നെ ഇന്ന് നമ്മൾ കൗമാരക്കാരുടെ പാരൻസ്, കൗമാരം ആ ഒരു പ്രായത്തിലൂടെ കടന്നു പോകുന്ന കുഞ്ഞുങ്ങളുടെ പാരൻസിനെ അഡ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സെഷൻ ക്രമീകരിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവർക്കും അതൊരു ബെനിഫിഷ്യൽ ആയിരിക്കും. വളരെ ശ്രദ്ധയോടെ ആയിരിക്കും തുടർന്നുള്ള സമയം റൂബൽ ഷാന് കൈമാറുകയാണ്. കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. താങ്ക് യു സോളമൻ ഉള്ളതല്ലേ. അപ്പം അതിനെപ്പറ്റി നമുക്ക് പേരൻറ്റിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു 45 മിനിറ്റ് കൊണ്ട് എത്രമാത്രം പറയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ചിലർ പറയാറില്ലേ, എനിക്ക് 1 മണിക്കൂർ പോരാ എൻ്റെ ദൂത് പറയാമെന്നൊക്കെ പറയുന്ന പോലെ. എനിക്ക് അങ്ങനൊന്നുമില്ല. നമുക്ക് പറയാൻ പറ്റുന്നതിൻ്റെ മാക്സിമം പറയാം. അല്ലെങ്കിൽ സോളമനൊക്കെ അടുത്ത പ്രോഗ്രാം അറേഞ്ച് ചെയ്യും. അപ്പം അതിൻ്റെ ബാക്കി ഞാനപ്പോൾ പറയും. സ്തോത്രം. നമുക്ക് ഈ ടീനേജ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ലേറ്റ് അഡോളസെൻസ് എന്ന് പറയുന്ന ഒരു ഏജ് ഗ്രൂപ്പിൻ്റെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. മാക്സിമം ആൾക്കാർ എനിക്ക് തോന്നുന്നു പറ്റുന്നിടത്തോളം ക്യാമറ ഓൺ ചെയ്തിരിക്കണേ, അല്ലെങ്കിൽ ഈ CCTV നോക്കി ക്ലാസ് എടുക്കുന്നൊരു ഫീലാണ്. അതുകൊണ്ട് പറ്റുന്നത്രോളം ഇവിടൊക്കെ കൗൺസിലിങ്ങിന് വരുന്ന കുറച്ച് എക്സ്പീരിയൻസോടെ ചേർത്തിട്ട് നമുക്ക് സംസാരിക്കാം. സദൃശവാക്യത്തിലൊരു വാക്യമുണ്ട്, ബാലൻ നടക്കേണ്ടുന്ന വഴി അവനെ അഭ്യസിപ്പിക്കുക. അപ്പോൾ അത് വൃദ്ധനായാലും വിട്ടുമാറുകയില്ല എന്ന് പറയുന്ന ഒരു ബൈബിൾ പോർഷനുണ്ട്. അപ്പം നമുക്കിപ്പോൾ ട്രെയിൻ ചെയ്താൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് മാറ്റിയെടുക്കാം. നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റും അല്ലേ? നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റും. പക്ഷേ അതിനേക്കാൾ അപ്പുറമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ എത്രമാത്രം നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ പറ്റുന്നുണ്ട് ഈ പ്രായത്തിൽ. അപ്പം നമ്മളെല്ലാം ആദ്യമേ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ ഈ പ്രായത്തിൽ കഴിഞ്ഞല്ലേ വന്നിട്ടുള്ളത്. പക്ഷേ നമ്മൾ അന്നത്തെ കാലത്ത് 12ാം വയസ്സെന്ന് പറയുമ്പോഴും നമ്മൾ ബാലരമ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ 12 വയസ്സെന്ന് പറയുമ്പം അവർ ഡാർക്ക് വെബിൽ തപ്പുന്ന ടൈമാണ്. എന്ന് പറഞ്ഞാൽ അത്രമാത്രം ജനറേഷൻ ഗ്യാപ്പ് ഉണ്ട് നമ്മളും അവരും തമ്മിൽ. നമ്മൾ 12ാം വയസ്സിൽ ലൈഫിനെ പറ്റി ഒന്നും ചിന്തിച്ചിട്ട്, ഇന്നലെ ഇവിടെ കൗൺസിലിങ്ങിന് വന്നൊരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ലവ് അഫെയറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വന്നതാണ്. അപ്പം ഞാൻ ചിന്തിക്കുകയായിരുന്നു, നമ്മളൊക്കെ ഇങ്ങനത്തെ ഓരോ കേസൊക്കെ വരുമ്പോൾ വീട്ടിൽ പറയാൻ പേടിച്ച് അല്ലേ, വീട്ടിൽ പറയാതെ അടിയൊക്കെ കിട്ടിയാലും മിണ്ടത്തില്ല. കണ്ട ചിലരൊക്കെ ഇരുന്ന് ചിരിക്കുന്നു. ഓർമ്മകളായി വറക്കുകയെന്ന് തോന്നുന്നു. നമ്മൾ വീട്ടിൽ പറയത്തില്ല, അത്രയ്ക്ക് പേടിയാണ്. പക്ഷെ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളൊക്കെ ബോൾഡായിട്ട് നിന്നിട്ട് പറഞ്ഞു, എനിക്ക് ഇഷ്ടമാ, എന്ത് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഞാൻ അങ്ങോട്ട് പറയുന്നതിന് ഇങ്ങോട്ട് പറയാണ്, 18 വയസ്സ് വരെ ഉള്ളല്ലോ നിങ്ങളുടെയൊക്കെ ഇത്. 18 വയസ്സ് കഴിയുമ്പോൾ ഞങ്ങളൊരു ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്താൽ എന്ത് ചെയ്യും? അപ്പോൾ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല. നിയമവും സിസ്റ്റവും അങ്ങനെയാണ്. അപ്പം നമുക്ക് വെരിട്ടി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതാദ്യം മനസ്സിലാക്കണം. പേടിപ്പിച്ച് കഴിഞ്ഞ ദിവസം ഒരു അച്ഛൻ എന്നോട് പറഞ്ഞ്, ഞാൻ ചോദിച്ചു എന്നാ ചിരിക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ ഇദ്ദേഹം എന്നോട് പറയാണ്, ചിരിച്ച പിള്ളേർക്ക് എന്നോടുള്ള ബഹുമാനം പോകുന്നു. ചുമ്മാതാ, പിള്ളേർക്ക്
നമ്മളൊക്കെ ചിരിക്കാൻ നടന്ന പിള്ളേരുടെയൊക്കെ ഈ തന്ത വൈബ് തള്ള വൈബ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഒരു സംഭവം ഇറങ്ങിയിട്ടുണ്ട്. അറിയാമോ? കേട്ടിട്ടുണ്ടോ? തന്ത വൈബ്. നമ്മളൊക്കെ ചിരിക്കാതെ പഴയ ആ ഒരു തന്ത വൈബിൽ തന്നെ ഇപ്പൊ മുന്നോട്ട് പോവാണ്. നമ്മള് കുഞ്ഞുങ്ങള് പേടിച്ചല്ല നമ്മളെ അനുസരിക്കേണ്ടത്, സ്നേഹത്തോടെ. ഞാൻ ചെയ്യുന്ന തെറ്റാണെന്നും ഞാൻ തെറ്റ് ചെയ്താൽ എൻ്റെ അപ്പനും അമ്മയ്ക്കും അത് സങ്കടമാകുന്നുള്ള ആ ഒരു ഫീലിംഗ് വേണം അവര് കേൾക്കാൻ, നമ്മളെ അനുസരിക്കാൻ. അപ്പൊ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ അവരെ മനസ്സിലാക്കുക എന്നുള്ളത്. അപ്പൊ അതിന്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാം. അടുത്ത ബിബ്ലിക്കലായിട്ട് പറയുമ്പോൾ നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളും ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിൻ്റെ ആയിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളിലൂടെ. ചിലരൊക്കെ പറയും ഇതുപോലൊരു കഴുത, അല്ലെ, കുഞ്ഞുങ്ങളെ കുറിച്ച് പറഞ്ഞു, ഇതുപോലൊരു കഴുത. പണ്ട് ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്. ഒരു വീട്ടിൽ ഉപവാസ പ്രാർത്ഥന വെച്ചാൽ ഒരു പെങ്കൊച്ചിന് ഭൂതമിളകി. അപ്പം ഭൂതമിളകി പറഞ്ഞാൽ നമ്മുടെ പാസ്റ്റർമാർ എന്നിട്ട് ചോദിക്കത്തില്ല, ഹു ആർ യു, തും കോൻ ഹേ, നീ ആരാണ്, നീ എവിടുന്ന് വന്നു? അപ്പം ഈ ഭൂതം പറഞ്ഞു, ഞാൻ ഇന്നയാളാണ്, ഞാൻ ഇന്നിടത്തൂടെ പോയപ്പോൾ എന്നെ വിളിച്ചു കയറ്റിയതാ. അപ്പൊ ചോദിച്ചാൽ വിളിച്ചു കയറ്റിയതോ? ഞാനതിലെ മര്യാദയ്ക്ക് സന്ധ്യയോട് ചേർന്ന് പോവായിരുന്നു. അപ്പം ഈ അമ്മാമ്മ, കേൾക്കാൻ പറ്റുന്നില്ല? കേൾക്കത്തില്ലേ? എല്ലാവർക്കും കേൾക്കാമല്ലോ. അപ്പം കേൾക്കാം, നല്ലപോലെ കേൾക്കാം. അപ്പൊ ആ വീട്ടിലെ അമ്മാമ്മ പറഞ്ഞു, മോള് വെളിയിൽ നിൽക്കായിരുന്നു, കയറിപ്പൊടി പിശാചി അകത്തെന്ന് പറഞ്ഞു. വെളിയിൽ കൂടെ പോയ പിശാചി ചാടി അകത്ത് കയറി. എന്നിട്ട് കൊച്ചുങ്ങളൊക്കെ എവിടെയെങ്കിലും പോകാൻ താമസിക്കുമ്പോഴത്തേക്ക് തലയിലോട്ട് കൈവച്ചിട്ട് പിരാകും, എൻ്റെ ദൈവമേ ഇവൻ പോയില്ലേ എന്ന് ചോദിക്കും. വീട്ടിൽ നിന്ന് ദൈവത്തെ ഇറക്കിയും വിട്ട് പിശാചിനെ പിടിച്ച് അകത്തും കയറ്റി. എന്നിട്ട് നമ്മൾ കുഞ്ഞിനെ കേട്ടി. അപ്പൊ നമ്മൾ എന്താണോ പറയുന്നത്, നമ്മൾ എന്താണോ ചെയ്യുന്നത്, അതിൻ്റെ അനുസരിച്ച് ബൈബിളിലൊരു വാക്യമുണ്ട്, മൂന്ന് അല്ലേ, അബ്രഹാമിന്റെ കാര്യത്തില്ല, 3 മനുഷ്യർ അല്ലേ, 3 മനുഷ്യർ എവിടേക്ക് കിടന്നു വരിക, 3 ദൂതന്മാർ വന്നപ്പം അബ്രഹാം എന്തോ ചെയ്തേ? അബ്രഹാം പറഞ്ഞു, വന്നിട്ടുണ്ട്, മര്യാദയ്ക്ക് കിടന്നുറങ്ങേണ്ട സമയത്ത് വന്ന് കയറിയേക്കുക പറഞ്ഞോ? ഇല്ല. അബ്രഹാം നിലത്തോളം കുനിഞ്ഞ് അവർക്ക് 3 ഇടങ്ങഴി മാവെടുത്ത് അപ്പം ഉണ്ടാക്കി കൊടുത്തു. 3 ഇടങ്ങഴി വെച്ച് കൊടുത്തു. അപ്പോൾ ഒരാൾക്ക് എത്ര വെച്ച് കിട്ടി? ഒരിടങ്ങഴി വെച്ചിട്ട്. അടുത്ത തലമുറ ഇസഹാക്ക്, അത് കഴിഞ്ഞുള്ള തലമുറ യാക്കോബ്. ഇങ്ങനെ ഇസ്രായേൽ മക്കൾ ഇങ്ങനെ മരുഭൂമിയിലൂടെ കടന്നു വരുമ്പം ഇവർക്ക് ഭക്ഷണം കൊടുത്തപ്പോൾ എത്ര ഇടങ്ങഴി വെച്ചെടുത്തോളാണ് പറഞ്ഞത്? മന്ന. നിങ്ങൾ പറ. അറിയത്തില്ലെങ്കിൽ ബൈബിൾ ഉൽപ്പത്തി ഇരുന്ന് വായിച്ചോണം എന്ന്, അതിൻ്റെ ഉത്തരം കിടപ്പുണ്ട്. അപ്പം നമ്മൾ എന്താണോ ചെയ്യുന്നത്, നമ്മൾ എന്താണ് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ബിബ്ലിക്കൽ ബേസിസിൽ വരുന്ന കുഞ്ഞുങ്ങൾ കാണുന്നത്. പിന്നെ ചില കാര്യങ്ങൾ നമ്മൾ പറയും, പ്രേമിക്കുന്നത് തെറ്റാണോ, നീ പ്രേമിക്കരുത്, അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ബാധ്യസ്ഥരാണ്. എന്തുകൊണ്ട് നോ പറയുന്നു, അത് കുഞ്ഞുങ്ങൾക്ക് അറിയേണ്ട ആവശ്യമുണ്ട്. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ കൂടുതലും വളർത്തുന്നത് ഡു ആൻഡ് ഡോൺസിൻ്റെ അകത്ത്. ഡു ആൻഡ് ഡോൺസ്, അത് ചെയ്യണം, ചെയ്യരുത്, ചെയ്യണം. എന്തുകൊണ്ട് ചെയ്യരുത്, എന്തുകൊണ്ട് ചെയ്യണം എന്നുള്ളത് കൊച്ചുങ്ങൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. 4 തരത്തിലുള്ള പേരന്റിങ് സ്റ്റൈൽ ഉണ്ടെന്ന് പറയാം. 4 തരത്തിലുള്ളത്. ഒന്ന് ഡിക്റ്റേഷണൽ പേരന്റിങ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ സ്വേച്ഛാധിപത്യ രക്ഷകർത്തൃത്വം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ചാക്കോമാഷ എന്നൊക്കെ പറയും. A² പപ്പ അല്ല എന്ന് പറഞ്ഞ് കെട്ടിയിട്ട് പഠിപ്പിക്കുന്നത്. അങ്ങനെ നമ്മുടെ മക്കളുടെ ആഗ്രഹം എന്താണെന്ന് തിരിച്ചറിയാതെ നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി വളർത്തുന്ന ഏകാധിപതിയെ നമ്മൾ പറയുന്നത് അവർ കേട്ടോണം. അങ്ങനെയുള്ള ഒരു പേരന്റിങ് സ്റ്റൈൽ. സ്വച്ഛാധിപത്യ, ഈ ഹിറ്റ്ലറൊക്കെ അങ്ങനെ ആയിരുന്നു. ഹിറ്റ്ലറിൻ്റെയൊക്കെ ചരിത്രം പഠിക്കുമ്പോൾ അറിയാം. ഹിറ്റ്ലറിൻ്റെ ഈ ഏതൊരു ഇപ്പം നമ്മുടെ ഇവിടെ കൂടുതൽ ഈ കുഞ്ഞുങ്ങളുടെ കേസുമായിട്ട് കുറേ കേസ് വരാറുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളുടെ കേസ് കൊണ്ടുവരുമ്പം ഇപ്പം തന്നെ ഏറ്റവും കൂടുതൽ ക്രിമിനൽസ് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നത് അവരുടെ ചൈൽഡ്ഹുഡ് അത്രയ്ക്ക് രസമല്ലായിരുന്നു. ചൈൽഡ്ഹുഡ് അത്രയ്ക്ക് സുഖകരമല്ലാത്ത ആൾക്കാരാണ് ഈ ക്രിമിനൽ പശ്ചാത്തലത്തിലോട്ട് പോകുന്നത്. 2, ഐഡന്റിറ്റി ക്രൈസിസ് ഉള്ള കുഞ്ഞുങ്ങൾ. നമ്മൾ പറയത്തില്ല LGBTQ എന്നൊക്കെ പറയുന്നൊരു സംഭവം. ഇപ്പൊ ചിലർ എന്തോ സാർ ഈ LGBTQ, അതൊരു ഭയങ്കര സംഭവമാണ്. LGBT ചിലരില്ല ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ട് പോകുന്നത്. ഈ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന പോലെ ഈ ജന്മന ഷണ്ണത്വം ബാധിച്ചതൊന്നും അല്ല, അവരുടെ ഇമോഷണലി ഉണ്ടാകുന്ന ഒരു ചേഞ്ചസ് ആണ്. ഞാൻ പെണ്ണാണോ, ഏതൊരു സിനിമയ്ക്കകത്തുണ്ടല്ലോ ഇങ്ങനെ പെണ്ണായിട്ട് വളർത്തിയിട്ട് ഇപ്പൊ എല്ലാവരും പറഞ്ഞു, അയ്യോ ഇയാൾ വന്ന് സിനിമാക്കഥ പറയുന്നു.
പെണ്ണിനെ പോലെ വളർത്തുകയാണ്. പെണ്ണിനെ പോലെ ആ സാഹചര്യത്തിൽ വളർത്തുന്ന ആൾ പെണ്ണിനെ പോലെ ആയിരിക്കും ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വന്ന അല്ലെങ്കിൽ ഇവരോടൊക്കെ ഞാൻ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വരാറുണ്ട്. അപ്പോൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? അവരുടെ ചൈൽഡ്ഹുഡ് അബ്യൂസിലൂടെ കടന്നു പോയവരോ കൂടുതൽ ഈ സർജറിയൊക്കെ ചെയ്തിട്ട് ഈ ട്രാൻസ്ജെൻഡറായി മാറുന്നത്. അപ്പോൾ ഏതൊരു ക്രൈമും ഏതൊരു കാര്യത്തിലും എല്ലാത്തിൻ്റെയും ബേസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എല്ലാത്തിൻ്റെ വേരെന്ന് പറയുന്നത് ചൈൽഡ്ഹുഡാണ്. ആ ചൈൽഡ്ഹുഡ് എത്രമാത്രം മനോഹരമാക്കാൻ നമുക്ക് പറ്റും എന്നുള്ളതാണ്. രണ്ടാമത്തെ പെർമിസീവ് പേരൻറ്റിങ്. പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തേക്കുക. നീ എന്ത് വേണേലും ചെയ്തു. പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തേക്കുന്നത്. 3 അൺഇൻവോൾവ്ഡ്. ഏകദേശം അതും ഇതുമൊക്കെ സെയിം ആണ്. ഈ പെർമിസീവ് അൺഇൻവോൾവ്ഡും സെയിം ആണ്. എന്ന് പറഞ്ഞാൽ നീ എന്ത് ചെയ്താലും ഞാൻ അതിൻ്റെ തടവില്ല, അവനെന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്ന് പറഞ്ഞു പോകുന്ന ഒരു പേരൻറ്റിങ് സ്റ്റൈല്. നാലാമത്തെയാണ് അതോറിറ്റേറ്റീവ്, ആധികാരിക രക്ഷകർതൃത്വം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഗൈഡൻസിൽ കൂടെ വേണം കാര്യങ്ങൾ പോകാൻ. പക്ഷേ നമ്മുടെ ഗൈഡൻസിൽ നമ്മുടെ ചട്ടക്കൂടിനാണെന്നാണ് അവർക്കറിയാനും പാടില്ല. എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു പെങ്കൊച്ച് ഒരു അച്ചാച്ചൻ്റെ കൂടെ ഇറങ്ങിപ്പോയി. അപ്പം ഈ ബസ്സിലെ ക്ലീനറായിരുന്നു കക്ഷി. ബസ്സിലെ കിളി അറിയത്തില്ലേ? ഒരു ബെല്ലടിക്കുമ്പോൾ വണ്ടി നിൽക്കുന്നു, 2 ബെല്ലടിക്കുമ്പോൾ വണ്ടി വന്നു. ഇവള് നോക്കിയപ്പോൾ എന്ത് അധികാരമുള്ള ഒരു ജോലി. കൊള്ളാമല്ലോ. അതുമല്ല, ഇവള് നല്ല ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ വീട്ടിലെ ഈ അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ലൊരു ഡ്രസ്സ് ഇട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുമോ? കൊച്ച് ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് വന്ന് മേശപ്പുറത്തോട്ട് വെക്കാൻ വരും, ഇത് കയ്യിൽ നിന്ന് താഴെ വീണ് പൊട്ടി. നമ്മളെങ്ങനായിരിക്കും റിയാക്ട് ചെയ്യുന്നത്? എന്തുവാടാ കാണിച്ച് തല്ലി പൊട്ടിച്ച് കളഞ്ഞു, വെറുതെ എന്തുവാ ഇത്, ബോധമില്ലയോ? ഇങ്ങനെയൊക്കെ പറയുമ്പം എത്രയോ പ്രാവശ്യം ആ കുഞ്ഞ് ബോധത്തോടെ അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് ഗ്ലാസ്. എപ്പോഴെങ്കിലും അതിനെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ടോ? അപ്പോൾ അപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. നമ്മുടെ കുഞ്ഞുങ്ങൾ അത് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ മാത്രമല്ല, നമ്മളും അത് ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ? അപ്രീസിയേഷൻ, ഈ അക്സെപ്റ്റൻസ്, അംഗീകരിക്കുക എന്നുള്ളൊരു സംഭവം. ഈ അംഗീകാരം ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അതും നല്ല ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരുമ്പോഴത്തേക്ക് എന്തുവാടി ഈ കോലം കെട്ടി, നീ കോലം കെട്ടി എങ്ങോട്ട് പോവുക, ഇങ്ങനെയൊക്കെ വീട്ടിൽ നിന്ന് പറഞ്ഞു. ഉടനെ ചേച്ചിയോട് വന്നിട്ട് ചോദിച്ചു, ചേച്ചി ചുരിദാർ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചോളൂ. എന്തുവാടി ഇത്, എന്തുവാ നീ ഇട്ടേക്കുന്നേ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ വന്നപ്പോഴാണ് ബസ്സിലോട്ട് കയറാൻ നേരം ഈ അച്ചാച്ചൻ പറഞ്ഞത്, ആഹാ സുന്ദരിയായിട്ടുണ്ടല്ലോ എന്ന്. ഇത് പറയുമ്പോൾ മനസ്സിൽ എടുപൊട്ടുന്നു. പിറ്റേ ദിവസം കയറി വരുമ്പോൾ ഈ അച്ചാച്ചൻ സെയിം ഡയലോഗ് തന്നെ, ആഹാ ഇന്നലത്തേക്കാൾ ഇന്ന് അല്ലേ സുന്ദരിയായിട്ടുണ്ട്. അതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് കുഞ്ഞു മനസ്സിൽ എന്തോ ആയി. അപ്പൊ അവർക്ക് തോന്നുകയാണ് കുഞ്ഞു മനസ്സിൻ നൊമ്പരങ്ങൾ ഒപ്പിയെടുക്കാൻ വന്നവൻ. അട്രാക്ഷൻ തോന്നുമോ? അട്രാക്ഷൻ തോന്നി. രണ്ടുപേരും ഭയങ്കര സ്നേഹത്തിലായിട്ട് ഇറങ്ങിപ്പോയി പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ കൊണ്ട് നിർത്തിയേക്കുക. സിഐയുടെ ഒരു സൈഡിൽ ആരാ? ഈ അച്ചാച്ചൻ. ഒരു സൈഡിൽ ആരാ? ഈ പെങ്കൊച്ചൻ. മറ്റേ ഇവരോട് ചോദിക്കത്തില്ല, ബറബാസിനെ വേണോ യേശുക്രിസ്തുവിനെ വേണോ എന്ന് ചോദിക്കുന്ന പോലെ ചോദിക്കുക, അച്ചാച്ചനെ വേണോ പേരൻസിനെ വേണോ? ഇവൾ ആരെ വേണമെന്ന് പറഞ്ഞു? അച്ചാച്ചനെ വേണമെന്ന് പറഞ്ഞു. കാര്യം എന്താ? എൻ്റെ അപ്പനും അമ്മയ്ക്കും എന്നോട് സ്നേഹമില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ നമ്മൾ ആസ് എ പേരൻറ്റ് നമ്മൾ എങ്ങനെയായിരിക്കും അതിന് റെസ്പോണ്ട് ചെയ്യുന്നത്? നമ്മൾ പറയുന്ന എല്ലാവരും കരുതി വെച്ചേക്കുന്ന ഒരു ഡയലോഗുണ്ട്, എൻ്റെ പൊന്നു സാറേ ഒരു സങ്കടവും അറിയിക്കാതെ ഞാൻ വളർത്തിയതാണ്, കഷ്ടപ്പാട് അറിയിച്ചിട്ടില്ല, ബുദ്ധിമുട്ട് അറിയിച്ചിട്ടില്ല, അങ്ങനെ വളർത്തിയതാണ്. ഞാനത് പ്രതീക്ഷിച്ച് നിൽക്കുകയും ആ പെങ്കൊച്ചിൻ്റെ അമ്മ ഏങ്ങലടിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി സംഭവം ആ ഡയലോഗ് വരുന്നുണ്ട്. ഞാൻ ചോദിച്ചു, ആരാ കഷ്ടപ്പാട് അറിയിക്കാതെ വളർത്താൻ പറഞ്ഞേ? നമ്മുടെ വീട്ടിലെ അവസ്ഥകളൊക്കെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു വളർത്തണം. പൈസ ഇല്ലെങ്കിൽ പൈസ ഇല്ല, തരത്തില്ല എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് തരത്തില്ലെന്ന് കൊച്ചിനോട് പറയണം. നമ്മൾ പറയാം തരത്തില്ല. അവൻ ചോദിച്ചു 500 രൂപ ഞാൻ തരത്തില്ല. അപ്പൊ ഇവന്റെ വിചാരം വീട്ടിൽ ഒത്തിരി ഉണ്ടെന്നുള്ളതാണ്. ഉണ്ടായിട്ട് തരാതിരിക്കുന്ന ബൂർഷ അപ്പനും അമ്മയും. അത് കൊച്ചിന്റെ മനസ്സിൽ എന്തോ തോന്നുന്നേ? നിങ്ങളോടൊരു അകൽച്ച തോന്നും. അതേ സമയത്ത് പറയാ, മോനെ ഇത്രമാത്രം ഈ ലോണുകൾ നമുക്ക് അടയ്ക്കാനുണ്ട്, ഈ ഒരൊറ്റ ശമ്പളത്തിലെ കാര്യങ്ങൾ ഓടുന്നേ, നീ കുറച്ചൊക്കെ ശ്രദ്ധിക്കണ്ടേ, നീയല്ലേ കുറച്ചങ്ങ് പൊക്കി അങ്ങ് വെച്ചേക്കണം, നീയല്ലേ ഈ വീട്ടിലെ കാർന്നോര് ചേട്ടൻ, നീയല്ലേ ഇതിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്, നീയോട് ഇങ്ങനെ അങ്ങ് സില്ലി ആയി പോയാൽ എന്ത് ചെയ്യും? കാര്യങ്ങൾ പറഞ്ഞവരെ ജീവിതം പഠിപ്പിക്കുക. പിന്നെ ഈ പേരന്റിങ് എന്ന് പറയുമ്പം ഞാൻ പറഞ്ഞ പോലെ ടീനേജ് പ്രായത്തിൽ വന്നിട്ട് തുടങ്ങേണ്ട ഒന്നല്ല ഈ പേരന്റിങ് എന്ന് പറയുന്നത്. പേരന്റിങ് ശരിക്കും തുടങ്ങുന്നത് ഒരു അമ്മ പ്രഗ്നൻസിയിലായിരിക്കുമ്പോൾ തൊട്ട് നമ്മൾ തുടങ്ങുന്നതാണ് ഈ പേരന്റിങ് എന്ന് പറയുന്നത്. പ്രഗ്നൻസിയിൽ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ഈ 9 മാസം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇട്ടേക്കുന്നതെന്ന്. അല്ലേ? കുഞ്ഞുങ്ങൾ ഒന്ന് ഓക്കെ ആയി
പുറത്തു വരാൻ 9 മാസമുണ്ട്. 9 മാസം എന്തിനായി കിട്ടിയേക്കുന്നത് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് മനസ്സിലായത് കുഞ്ഞു വളരുന്നതിനോടൊപ്പം നമ്മളൊരു പേരൻ്റ് ആകാനും കൂടെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയുള്ളൊരു ടൈമായിരുന്നു ഈ 9 മാസം. ഈ 9 മാസം വന്നിട്ട് വന്നാലും നമ്മൾ ഈ പോസ്റ്റ് പാർട്ടം ഡിപ്രഷനൊക്കെ അടിക്കുന്നുണ്ടല്ലേ? ലേഡീസിനോട് അമ്മമാരോട് ചോദിച്ചാൽ അറിയാം. ഈ 9 മാസം തന്ന് പ്രിപ്പയർ ആകാൻ തന്നിട്ടും പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ അടിക്കുന്നുണ്ട്. അങ്ങനെ ആയിരുന്നെങ്കിൽ 1 മാസം കൊണ്ട് ഈ പ്രോസസ്സ് നടന്നിരുന്നെങ്കിൽ നമ്മൾ എത്രമാത്രം ഇതായിരുന്നു. അപ്പം നമ്മുടെ പേരൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു അച്ഛനാകാനും ഒരമ്മയാകാനും നമ്മൾ പ്രാപ്തരാകുന്നത് കൺസീവ് ആയെന്ന് തോന്നുന്ന ആ നിമിഷം മുതൽ നമ്മൾ പേരൻ്റ് ആകുകയാണ്. സത്യം പറഞ്ഞാൽ ബർത്ത്ഡേ അന്നല്ല, ഏതാ നമ്മൾ ജനിക്കുമ്പോഴല്ല, കുഞ്ഞ് ഉരുവാകുന്നതിന് മുമ്പേ. കുറച്ചുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ കർത്താവിന് വ്യക്തമായിട്ട് അറിയാം. അപ്പം അന്നാണ് ബർത്ത്ഡേ. ആ കൊച്ച് ജന്മം എടുക്കുകയാണ്. ആ സമയം തൊട്ട് നമ്മളാരാ? അപ്പനും അമ്മയോ. നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ ചിന്തകൾ കോഗ്നിറ്റീവ് ഇഷ്യൂസ് ഒക്കെ ഭയങ്കരമായിട്ടുണ്ടാകും. പിന്നെ ഈ പ്യൂബർട്ടി അല്ലെങ്കിൽ ഈ ലേറ്റ് അഡോളസെൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഏർലി അഡോളസെൻസ് വരെ അല്ലെങ്കിൽ ഒരു 7 വയസ്സ് തൊട്ട് ഒരു 11 വയസ്സ് വരെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ എല്ലാ റോൾ മോഡൽ എന്ന് പറയുന്ന പേരൻസ് ആയിരിക്കും. അപ്പനും അമ്മയായിരിക്കും. അമ്മ ഉണ്ടാക്കുന്ന പോലെ കുക്ക് ചെയ്യുന്നു, അമ്മ തൂക്കുന്ന പോലെ കൂടെ തൂക്കാൻ വരുന്നു, അല്ലെ അപ്പനെ പോലെ നടക്കുന്നു, അപ്പൻ്റെ ഷർട്ടൊക്കെ ഇട്ട് നടക്കും. എൻ്റെ കൊച്ച്, ഞാൻ മുമ്പേ ഒരു കൗൺസിലിങ്ങിൻ്റെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ വന്നപ്പോൾ എൻ്റെ ഷർട്ടും ഇട്ടുകൊണ്ട് വരുന്നു. പള്ളിയിലച്ഛൻ നിൽക്കുന്ന പോലെ മുറ്റത്ത് നിൽക്കുക, 7 വയസ്സുള്ള കൊച്ച്. കാരണം എന്തുവാ? എനിക്ക് അപ്പയെ പോലെ ആകണം. മുടി വെട്ടിക്കാൻ ചെന്നാൽ പറയും എനിക്ക് അപ്പയെ പോലെ മുടി വെട്ടിത്തരാൻ. നമുക്ക് എല്ലാം അറിയത്തുള്ളൂ ഇതൊക്കെ ഒപ്പിച്ചുകൊണ്ട് പോകുന്ന കഷ്ടപ്പാട്. അവൻ പറയും എനിക്ക് അപ്പയെ പോലെ മുടി വെട്ടിത്തരണം. പക്ഷേ ഒരു 12 വയസ്സ് വരെ ഉള്ളത്, 12 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് ഇവരുടെ പ്രയോറിറ്റി ലിസ്റ്റ് മാറും. അപ്പോൾ അവർ ഇമോഷണലി ചേഞ്ചസ് ആകും. ഇവിടെ പ്യൂബേർട്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ പ്യൂബേർട്ടി സ്റ്റാർട്ട് ചെയ്യുക. ഇനിയുള്ള കാര്യങ്ങൾ വളരെ കാര്യമായിട്ടായിരിക്കും ഞാൻ പറയുന്നത്. അതിൻ്റെ ഇടയ്ക്ക് അയ്യേ ഇച്ചീച്ചി എന്നൊന്നും ആരും ചിന്തിക്കരുത്, ഇത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി. എന്നാലും അങ്ങനൊന്നും പറയത്തില്ല, എന്നാലും പറയാം. കഴിഞ്ഞ ദിവസം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കുവൈറ്റുകാർ ഒരു പ്രോഗ്രാം വെച്ചു. അവർ ഇത്രയും വിചാരിച്ചില്ല ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്, എന്നാലും ഒപ്പിച്ച് പറഞ്ഞൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം അത് നമ്മളൂടെ മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഓർക്കും ഇതെന്താ ഇങ്ങനെ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. കാരണം നമ്മളും ആ പ്രായത്തിൽ കൂടെ കടന്നു വന്നെങ്കിലും നമ്മളറിയാത്ത പല കാര്യങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് ഈ പ്രായത്തിൽ ഈ കുഞ്ഞുങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാകുന്ന ഒരു സമയമാണിത്. ഈ ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ യോസഫിനെ കുറിച്ച് പറയുന്നുണ്ട്. യോസഫ് 17 വയസ്സുള്ളവൻ സഹോദരന്മാരെ തേടി പോകുമ്പോൾ അവൻ കറങ്ങി നടന്നെന്നൊക്കെ പറയുന്ന ഒരു വാക്യമുണ്ട് അല്ലേ? ചുറ്റി നടന്നു. അപ്പം കുഞ്ഞുങ്ങൾ ഏറ്റവും കൂടുതൽ ചുറ്റിപ്പോകുന്ന ഒരു പ്രായമായി ഈ പ്യൂബർട്ടി എന്ന് പറയുന്നത്. 12 തൊട്ട് ഒരു 17, 18, 19 വരെ ചുറ്റിപ്പോകുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ, ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂഷൻസ് ആണ്. ഈ സമയത്ത് ഇവർക്ക് ഭയങ്കരമായിട്ടുള്ള അതിവേഗത്തിലായിരിക്കും ശാരീരിക വളർച്ച. പെൺകുട്ടികളുടെ അമ്മമാരുണ്ടെങ്കിൽ അവർക്കറിയാം ഒരു കുട്ടി എങ്ങനെ വളർന്നു വരുന്നു എന്നുള്ളത്. ആൺകുട്ടികളെ അപേക്ഷിച്ചിട്ട് അവരെങ്ങനെ വളർന്നത്, അതുവരെ അമ്മേ അമ്മേ എന്നൊക്കെ വിളിച്ചുകൊണ്ടിരുന്നവൻ അമ്മേ എന്ന് വിളിക്കുന്ന ഒരു സമയത്തിലേക്ക് വരും. അവൻ്റെ വോക്കൽ കോഡിൻ്റെ ചേഞ്ചസ് ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയം. ആ സമയത്ത് അവർ പോലും അറിയാതെ ഒരു ഡിഫൻസ് മെക്കാനിസം എന്നതുപോലെ അവർ തന്നെ ഒരു ഡിസ്റ്റൻസ് ഇടും. അപ്പം നമ്മൾ പറയും നീ ഒത്തിരി മാറിപ്പോയടാ, നീ ഒത്തിരി മാറിപ്പോയതല്ല, അവൻ അങ്ങനാണ്. അവൻ ടീൻസിലേക്ക് കടന്നതാണ്. അല്ലെങ്കിൽ അവൾ ഒത്തിരി മാറിപ്പോയി. അവൾ എന്നെ ഉണ്ടെങ്കിലും എന്നോട് വന്ന് പറയാമായിരുന്നു, ഇപ്പം എന്നോടൊന്നും വന്ന് പറയത്തില്ല. പാസ്റ്ററെ ഒന്ന് പ്രാർത്ഥിക്കണം. അതിൻ്റെ അകത്ത് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. അത് പ്യൂബർട്ടിയിലൊക്കെ അവൾ കയറിയതാണ്. അവൾ ഒത്തിരി കൺഫ്യൂഷൻസിൻ്റെ അകത്താണ് ഇരിക്കുന്നത്. നമ്മൾ പറയത്തില്ലേ ഈ പെങ്കൊച്ചങ്ങ് പെട്ടെന്ന് വളർന്നു പോയല്ലോ എന്നൊക്കെ നമ്മൾ പറയും. പെട്ടെന്ന് ഈ ഒരു പ്രായം എന്ന് പറഞ്ഞാൽ 12 വയസ്സ് തൊട്ട് ഒരു 16 വയസ്സ് വരെ പെട്ടെന്നായിരിക്കും ശാരീരിക വളർച്ചയും ചേഞ്ചസും ഉണ്ടാകുന്നത്. ആ സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാകും. ചില ഹോർമോണിൻ്റെ പെട്ടെന്നുള്ള ആ സമയത്തുണ്ടാകുന്ന ഹോർമോൺസ് ഒക്കെയാണ് ഈ ഡോപ്പമിൻ എന്നൊക്കെ പറയുന്നത്. ഡോപ്പമിൻ ഇതിൻ്റെ ഈ അമിതമായിട്ടുള്ള ഒരു ഇത് വരുമ്പോഴാണ് ഈ ക്രഷൊക്കെ ഉണ്ടാകുന്നത്. ക്രഷും സ്നേഹം, പ്രേമം, പ്രണയം, അത് ഞാൻ പറയാം. അപ്പം ഈ വളരെ വേഗത്തിൽ ഉണ്ടാകുന്ന ബോഡി ചേഞ്ചസ്. അപ്പം ഇവർക്ക് കൺഫ്യൂഷനാണ്. അതുവരെ ഇപ്പം പെൺപിള്ളേരാണെങ്കിൽ പെറ്റിക്കോട്ട് ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ ഷിമ്മി ഇട്ടുകൊണ്ട് പെരക്കകത്തോട് നടക്കുമ്പോൾ അമ്മ പറയും ഇടി ഇങ്ങനെ നടക്കാൻ പാടില്ല എന്ന് പറയുമ്പം ഇവർക്കും കൺഫ്യൂഷനാണ്. എന്തുകൊണ്ടാണ്?
ഇങ്ങനെ നടക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് പറയണം? എന്തുകൊണ്ടാണ് അങ്ങനെ നടക്കില്ലെന്ന് നമ്മൾ പറയുന്നത്? ഇവിടെയാണ് സെക്സ് എഡ്യൂക്കേഷൻ എടുത്ത് കൊടുക്കണ്ടേ. സെക്സ് എഡ്യൂക്കേഷൻ കൊള്ളാം, നമ്മൾ എടുത്തു കൊടുക്കുവോ? സ്കൂളിൽ കൊടുക്കുവോ? സ്കൂളിൽ ബയോളജിക്ക് പത്താം ക്ലാസ്സിലാണോ 9ാം ക്ലാസ്സിൽ 8ാമത്തെ ചാപ്റ്റർ എങ്ങാണ്ട റീപ്രൊഡക്ഷൻ. അത് വരുമ്പോഴത്തേക്ക് ടീച്ചർ ഒരു ചിരിയും ചിരിച്ചിട്ട് നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോകാമെന്നും പറഞ്ഞ് ടീച്ചർ അങ്ങ് പോകും. പിന്നെ ചോദ്യങ്ങൾ ബാക്കി. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് ചോദിക്കും. അവസാനം നമ്മൾ ഓർക്കുന്ന നമ്മൾ ഓർക്കും ഇവർക്കൊന്നും അറിയത്തില്ല. പക്ഷെ ഇവർക്കറിയാം. പക്ഷെ ഇവർക്കറിയുന്ന അറിവുകൾ ശരിയായിട്ടുള്ള അറിവുകളായിരിക്കത്തില്ല. ഇവർക്ക് എവിടുന്ന ഈ അറിവുകൾ കിട്ടുന്നത്? ഇവരുടെ മനസ്സിൽ ഈ പ്രായത്തിൽ ഒരുപാട് സംശയങ്ങൾ വരും. നമുക്ക് 11 വയസ്സുള്ളപ്പോൾ നമ്മൾ ഓർത്ത് ഉമ്മ വെച്ചാൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകുമെന്ന് ഓർത്തിരുന്ന പ്രായമാണ് നമ്മൾ. അപ്പം ഈ കുഞ്ഞുങ്ങൾക്ക് ഇത് കറക്റ്റായിട്ട് അറിയാം. പക്ഷേ ഇതെങ്ങനെയാണ് എന്നൊന്നും അറിയത്തില്ല. ഇപ്പം ഇവരെന്തോ ചോദിക്കും? പേരൻസിനോട് ചോദിക്കുമോ? പേരൻസിനോട് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു കൊടുക്കുമോ? ഇല്ല. നമ്മൾ അവിടെ നിന്ന് എങ്ങനെയും എസ്കേപ്പ് ആവും. നീ പോയി അമ്മയോട് ചോദിക്കുന്ന പറയാം, അല്ലെങ്കിൽ നീ പോയി അച്ഛനോട് ചോദിക്കുന്ന പറഞ്ഞാൽ നമ്മൾ എസ്കേപ്പ് ആവും. നമ്മൾ പറഞ്ഞു കൊടുക്കത്തില്ല. സെക്സ് എഡ്യൂക്കേഷൻ മസ്റ്റായിട്ട് നമ്മൾ കൊടുക്കണം. അപ്പം നമ്മൾ അങ്ങനെ പറഞ്ഞു കൊടുക്കാത്തപ്പം ഇവർക്ക് കൺഫ്യൂഷനാണ്. ഇവരെന്ത് ചെയ്യുമെന്നറിയാമോ? നെറ്റ് സെർച്ച് ചെയ്യും. ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്യും. ഇന്റർനെറ്റ് സെർച്ച് ചെയ്യുമ്പോൾ കാണുന്നത് പോൺ വീഡിയോസ് ഒക്കെ ആയിരിക്കും. ഈ പോൺ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർ നോക്കുമ്പോൾ എല്ലാവരും മാരീഡ് ആയിട്ടുള്ള ആൾക്കാരല്ലേ ഇതിൻ്റെ അകത്തിരിക്കുന്നത്? ആണല്ലോ. 13 വയസ്സുള്ള പേരൻസ് എന്ന് പറയുമ്പോൾ ആയിരിക്കുമല്ലോ. ഈ പോൺ വീഡിയോസ് ഒക്കെ കണ്ടു കഴിയുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 3-4 മണിക്കൂറൊക്കെ അതിൻ്റെ അകത്ത് ഇവർ സെക്സ് ചെയ്യുമ്പോൾ ഇവരോർക്കും ഇതാണ് കറക്റ്റ്. ഇതിൻ്റെ ഒരു ദൂഷ്യവശം എവിടെ കിടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാരിറ്റൽ ലൈഫിലേക്ക് ഇവർ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ ഇവർക്ക് ഇങ്ങനെ പറ്റാതാകുമ്പോൾ, എന്നാലും പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങിലൊക്കെ നമ്മൾ ഒരു പരിധിയൊക്കെ പറഞ്ഞു കൊടുക്കുമെങ്കിൽ പോലും ഇവർക്കത് പറ്റാതാകുമ്പോൾ ഇവരുടെ ചിന്ത എനിക്കെന്തോ പ്രശ്നമുണ്ട് എന്നുള്ളൊരു ചിന്ത. അല്ലെങ്കിൽ കല്യാണത്തിന് മുമ്പ് ഈ ഒരു ചിന്ത പേടിയായിട്ട് പല കുഞ്ഞുങ്ങളും കല്യാണത്തിൽ നിന്ന് എനിക്ക് കല്യാണം വേണ്ട എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒത്തിരി പേരുണ്ട്. 30 വയസ്സായിട്ട് ശരിക്കും പറഞ്ഞാൽ ഇതിനെപ്പറ്റി വ്യക്തമായിട്ടൊരു ധാരണയില്ലാത്തത് കൊണ്ടാണ്. അത് നമുക്ക് എപ്പോഴാണ് കൊടുക്കാൻ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രായത്തിലാണ്. എപ്പോഴാണ്? ഈ 11 തൊട്ട് ഉള്ള പ്രായത്തിൽ ഇവർക്ക് ക്യൂരിയോസിറ്റി കൂടുതലാണ്. അതുകൊണ്ടാണ് പ്രേമിച്ച ഉടനെ 2ാമത്തെ ദിവസം വീഡിയോ കോളിലോട്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു വീഡിയോ കോളിൽ വരാൻ ഒരു ഇതൊക്കെയുണ്ട്. അവര് കം ടു വീഡിയോ കോൾ എന്ന് പറഞ്ഞാൽ അതിന് ഷോർട്ട് ഫോം ഒക്കെ ഉണ്ട് ഇവർക്ക് പറയാൻ. നമ്മൾ കുഞ്ഞുങ്ങളുടെ മൊബൈൽ എടുത്ത് നോക്കുമ്പോൾ ബോയ് ഫ്രണ്ട് അയച്ചേക്കുവാണ് എന്തുവാ കം CNOS അങ്ങനെ കണ്ട സംഭവം. കം നേക്കഡ് ഓൺ വീഡിയോ സ്ക്രീൻ അങ്ങനെ കണ്ട സംഭവം. എനിക്ക് അതുകൊണ്ട് മനസ്സിലായിട്ടില്ല. അടുത്ത ക്ലാസ്സിൽ ഞാനത് എടുത്തു തരാം. ഇന്നലെ ഒരാൾ പറഞ്ഞതാണ്, ഒരു പയ്യൻ പറഞ്ഞ ഇവിടെ ഇരുന്ന് 15 വയസ്സുള്ള പയ്യൻ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാകത്തില്ല. നമ്മൾ ചോദിക്കുമ്പോൾ പറയും സിലബസ് ആണെന്ന് പറയും. നമ്മൾ സിലബസ് ആണെന്ന് ഓർത്തൊരു ദീർഘശ്വാസം വിട്ട് അങ്ങ് പോകും. പക്ഷെ ഇതാണ് സംഭവം. അപ്പോൾ ഇവർക്ക് ക്യൂരിയോസിറ്റിയാണ് എന്താണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി. ആ ക്യൂരിയോസിറ്റിക്കകത്തു നിന്നാണ് മാനിപ്പുലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ പ്രായത്തിൽ പറഞ്ഞു കൊടുക്കണം എന്താണ് ഗുഡ് ടച്ച്, എന്താണ് ബാഡ് ടച്ച്, എന്താണ് ഗുഡ് ടച്ച്, എന്താണ് ബാഡ് ടച്ച്. ആരെങ്കിലും നമ്മുടെ ശരീരത്തിൽ ഞാൻ കംഫർട്ട് അല്ലാത്ത രീതിയിൽ ടച്ച് ചെയ്താൽ നോ പറയാൻ എനിക്ക് കഴിയണം. ഇതിനെയാണ് ബാഡ് ടച്ച് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എനിക്ക് കംഫർട്ടല്ല, എനിക്ക് എന്തോ ഒരു അസ്വസ്ഥത. അതാരായാലും ആസ് എ പേരൻ്റ് ആയാലും ഇപ്പം ഞാൻ കംഫർട്ട് അല്ലെങ്കിൽ പറയണം. ഞാൻ പറഞ്ഞ മനസ്സിലായോ എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. ചിലരുണ്ട് ഓടി വന്നിട്ട് മോളിങ്ങോട്ട് ഇരുന്നേ എടുത്ത് മടിയിലോട്ട് അങ്ങ് വെക്കും. എന്തോ ഉണ്ട്, അതിൻ്റെ പേരാണ് പോക്സോ. അത് കൊച്ചു ഷെഡ്യൂൾ കാസ്റ്റുകളാണെങ്കിൽ 30 വർഷം അടിച്ച് കൈ കിട്ടും. കാരണം അവർക്ക് അൺകംഫർട്ടായിട്ട് തോന്നുവാണെങ്കിൽ സ്കൂളുകളിൽ കൗൺസിലിംഗ് ഉണ്ട്. കുഞ്ഞുങ്ങളത് തുറന്നു പറഞ്ഞാൽ ഈ ബാഡ് ടച്ച് പോലും കേരളത്തിൽ കേസാണ്. അത് പറയാൻ കാരണം കഴിഞ്ഞ ദിവസം ഇവിടുന്ന് ഒരെണ്ണം രജിസ്റ്റർ ചെയ്ത് വിട്ടതാണ്. 60 ദിവസം റിമാൻഡിലും പോവും, 3 വർഷം ആദ്യം തടവ്, പിന്നെ മറ്റേ തടവ്. ആ തടവും കിട്ടും, പിന്നെ അടുത്ത ഒരു 30 വർഷം കൂടെ അല്ലാതെയും കിട്ടും. അത് ആ ജഡ്ജിയുടെ മൂഡ് പോലെയും കൂടി ഇരിക്കും. അതുകൊണ്ട് കുഞ്ഞുങ്ങളോട് ബാഡ് ടച്ച് ഗുഡ് ടച്ച് പഠിപ്പിക്കണം എങ്ങനെയാണ്. പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്
കൺഫ്യൂഷനാണ്. നമ്മളൊന്നും ചില കാര്യങ്ങൾക്കൊന്ന് ഒപ്പീനിയൻ ചോദിക്കും. കുഞ്ഞുങ്ങളോട് ഒപ്പീനിയൻ ചോദിക്കണം. ആസ്ക് ദെയർ ഒപ്പീനിയൻ കേട്ടോ. ചില കാര്യങ്ങൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മൾ അവരെ ഒപ്പീനിയൻ ചോദിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ കൺഫ്യൂഷനാണ്. ചില സമയത്ത് പറയും മുട്ടയെന്ന് വിരിഞ്ഞില്ലല്ലോ, ഇങ്ങനെയൊക്കെയാണോ പറയുന്നതെന്ന് പറയും. ചില സമയത്ത് പറയും നീ പോത്ത് പോലെ വളർന്നല്ലോ എന്ന് പറയും. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കൺഫ്യൂഷനാണ്, ശരിക്കും ഞാൻ മുട്ടയാണോ അതോ പോത്താണോ എന്ന്. അവർക്ക് ഇപ്പോഴും കൺഫ്യൂഷനാണ്. പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്ന അടുത്ത ഒരു കൺഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എന്തുകൊണ്ടാണ് പൊക്കം വെക്കാത്ത എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. പൊക്കമില്ലാത്ത കുഞ്ഞുങ്ങളാണ്, ഞാൻ എന്തോ പൊക്കം വെക്കാത്തത്, ഞാൻ എന്താ വണ്ണം വെക്കാത്തത്. നമ്മൾ ഓർക്ക് ഇത് ചെറിയ കാര്യങ്ങളാണെന്ന്. നമ്മുടെ കുഞ്ഞുങ്ങൾ വന്നിട്ട് പറയാണ്, അമ്മ ഞാൻ എന്നാ പൊക്കം വെക്കാത്തതെന്ന് ചോദിച്ചാൽ അതായിക്കോളും എന്ന് പറഞ്ഞ് നെഗ്ലക്റ്റ് ചെയ്ത് വിടരുത്. കാരണം ആ കുഞ്ഞുങ്ങളുടെ ആ പ്രായത്തിലെ ഏറ്റവും വലിയ ഇഷ്യൂ ആണത്. അത് ഒരു ഐഡന്റിറ്റി ക്രൈസിസ് പോലും ആയി പോകുന്ന ഒരു ഇഷ്യൂസ് ആണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളോട് വന്ന് പറയുമ്പോൾ നമ്മൾ സമയം ഉണ്ടാക്കി അവരെ കേൾക്കാനിരിക്കണം. അവരുടെ കൺസേൺസ് നമ്മുടെ കൺസേൺ ആയിട്ട് കേൾക്കണം. അതിന് എമ്പതി എന്നാണ് പറയുന്നത്. എമ്പതി എന്ന് പറഞ്ഞാൽ അവന്റെ കണ്ണിലൂടെ ഞാൻ ആ പ്രശ്നത്തെ കാണുക. ഇപ്പം നമുക്ക് 60 വയസ്സായി, നമ്മുടെ മുഖത്തൊരു പിമ്പിൾ വന്നാൽ നമുക്ക് അത്ര വലിയ പ്രശ്നമില്ല. ഈ പയ്യൻ വന്നിട്ട് പറയാ, അയ്യോ എൻ്റെ മുഖത്ത് ദേ ഒരു പിമ്പിള്, അല്ലെങ്കിൽ ദേണ്ട എൻ്റെ മുടി കൊഴിയെന്ന് പറഞ്ഞാൽ അതൊന്നും വലിയ കാര്യമൊന്നും അല്ലടാ എന്ന് പറഞ്ഞ് വിടരുത്. അയ്യോ ഇങ്ങ് വന്നേ ഞാനൊന്ന് നോക്കട്ടെ. അത് സാരമില്ലടാ, നമുക്ക് നോക്കാം, അത് എണ്ണയൊക്കെ മേടിച്ച് പുരട്ടിയാൽ അതൊക്കെ മുടി കിളിച്ചോളും, നീ ടെൻഷൻ അടിക്കാതെ. അല്ലെങ്കിൽ ആങ്സൈറ്റിയുടെ ആയിരിക്കും, ആങ്സൈറ്റി ഉണ്ടെങ്കിൽ മുടി പോകും കേട്ടോ. ആ ആ ആങ്സൈറ്റി ഉണ്ടെങ്കിൽ മുടി പോകും, അല്ലെങ്കിൽ എക്സാമിൻ്റെ ടെൻഷൻ കാരണമായിരിക്കും, അത് സാരമില്ല. ഇതാണ് പെറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ കൂടെ ഇരുത്തിയിട്ട് അവരെ അക്സെപ്റ്റ് ചെയ്യുന്നെന്നുള്ള അവരുടെ തോന്നൽ. ഇപ്പം പെൺപിള്ളേർക്കാണെങ്കിൽ അവരുടെ ശാരീരിക വളർച്ചയ്ക്ക് എല്ലാ കുഞ്ഞുങ്ങൾക്കും ഒരുപോലെ ആയിരിക്കത്തില്ല അവരുടെ ശാരീരിക വളർച്ച. അപ്പം നമുക്കൊന്നും അറിയത്തില്ലെങ്കിൽ ഇവർ ക്ലാസ്സിൽ ഇരുന്നിട്ട് കമ്പയർ ചെയ്തിട്ട് അതെന്താ എനിക്ക് ശാരീരിക വളർച്ചയില്ലാത്ത, ഇങ്ങനെ ഇവർക്ക് ഭയങ്കരമായിട്ട് ഐഡന്റിറ്റി ക്രൈസിസ് ഉണ്ടാകും. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ഇൻട്രോവേർട്ടായി പോകാൻ ഒത്തിരി സാധ്യതയുണ്ട്. ഇവർ മുന്നിലോട്ട് വരത്തില്ല. കാരണം എനിക്കെന്തോ കുറവുണ്ട്, എന്നെ ആർക്കും ഇഷ്ടമല്ല എന്നുള്ള കുറേ തോന്നലുകൾക്കകത്ത് ഇവർക്കൊരു മാനസിക സംഘർഷം ഉണ്ടാകും. സോ അവരെ അൺവർത്തി ആണെന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ടാകും. അതുകൊണ്ട് അത് നമ്മൾ ഈ പ്രായത്തിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കത്തില്ല, ഹോർമോണിൻ്റെ ചേഞ്ചസ് ഉണ്ടാവാം. ഹോർമോണിൻ്റെ ചേഞ്ചസ് ഉണ്ടാകും. പേരൻസ് കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് പെൺപിള്ളേരുടെ പേരൻസ് ഒത്തിരി ശ്രദ്ധിക്കണം കേട്ടോ. എൻ്റെ കുഞ്ഞ് തെറ്റ് ചെയ്യത്തില്ല എന്നുള്ള അമിത വിശ്വാസമൊക്കെ ഈ കാലം മാറ്റി വെച്ചിട്ട് ഒരു തെറ്റ് ചെയ്യുമെന്ന പ്രതീക്ഷയോടെ വേണം അവരെ. എന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ തെറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം അവരൊക്കെ ആണെങ്കിലും ലോകം അത്രയ്ക്ക് ഓക്കെ അല്ല. കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി ഒരു സ്കൂളിൽ ചെന്നപ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും ക്രിയേറ്റീവായിട്ട് പൊട്ടും തൊട്ടിരിക്കുന്നു. എനിക്കൊന്ന് ഡൗട്ട് അടിച്ചു. ഞാൻ ചോദിച്ചു, എവിടുന്ന കുഞ്ഞുങ്ങളെ ഈ പൊട്ട് കിട്ടിയേ? അവൻ പറഞ്ഞു, അയ്യോ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ ഒരു ചേച്ചി തന്നതാണ്. ഞാൻ ഉടനെ ടീച്ചേഴ്സിനെ വിളിച്ചിട്ട് വന്നാൽ ചേച്ചിയെ തപ്പാൻ പറഞ്ഞു. തപ്പിയിട്ട് കിട്ടിയില്ല. ഉടനെ സ്റ്റേഷനെ വിളിച്ചു, പോലീസുകാർ വന്നു, 2-3 വണ്ടി പോലീസ് പോയിട്ട് അവരെ കിട്ടിയില്ല. സംഭവം ഇതാണ്, ഈ പൊട്ട് ഫ്രീ ആയിട്ട് കൊടുക്കും, നാക്കെ തൊട്ടിട്ട് വേണം ഒട്ടിക്കാൻ. നാക്കെ തൊടുമ്പം അവർക്ക് ആ ഒരു 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 ട്രിപ്പിംഗ് ഉണ്ടാകുന്നു. അത് ലഹരിയാണ്, ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. MDMA എന്ന് പറയുന്ന സാധനം, ഇത് കളറും ഇല്ല, അതിന് ടേസ്റ്റ് വ്യത്യാസവും ഇല്ല. നാരങ്ങാ വെള്ളത്തിൽ കലക്കി കൊടുത്താലും അറിയത്തില്ല. വൺ ടൈം അഡിക്ഷൻ ആണത്. ഒരു പ്രാവശ്യം യൂസ് ചെയ്താലും അഡിക്റ്റഡ് ആകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിപ്പിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാമോ? ആരെന്ത് തന്നാലും വാങ്ങി കഴിക്കരുത്, വാങ്ങി ഉപയോഗിക്കരുത്. അത് എന്താണെങ്കിലും പേരൻസിൻ്റെ സാന്നിധ്യം ഇല്ലാതെ ആരെന്ത് തന്നാലും നമ്മൾ ഉപയോഗിക്കരുത്. 3, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് തോക്കാൻ അറിയത്തില്ല. നമ്മളെല്ലാ ട്യൂഷനും വിട്ട് എല്ലായിടത്തും വിട്ട് നമ്മൾ ജയിക്കണം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇത് മാത്രമേ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കേൾപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം +2 ഒരു കൊച്ച് 2 സബ്ജക്റ്റിന് തോറ്റുപോയപ്പം സങ്കടം സഹിക്കാൻ വയ്യാതെ ഈ കുഞ്ഞ് ആത്മഹത്യക്ക് ശ്രമിച്ചു. ഷാൾ എടുത്ത് ഫാനയിൽ കെട്ടി തൂങ്ങി ചാടി സാരി കീറിപ്പോയി താഴെ വീണു. എൻ്റെ അടുത്ത് വന്നു, സാറേ ആത്മഹത്യക്ക് ശ്രമിച്ചു, പരാജയപ്പെട്ടു. ഞാൻ പറഞ്ഞു ഞാൻ കൗൺസിലിംഗ് കൊടുക്കാം. ഞാൻ പറഞ്ഞു മോളെ, അടുത്ത പ്രാവശ്യം ആത്മഹത്യ ചെയ്യുമ്പോൾ 2.5 ഡയമീറ്ററിലുള്ള മഞ്ഞ കയറ് കിട്ടും. അത് മീറ്ററിനെങ്ങാണ്ട് 50-60 രൂപയുള്ളൂ. അത് മേടിച്ച് കെട്ടണം. കെട്ടുമ്പോൾ കഴുത്തിന് പുറകെ കെട്ടിയാൽ ഒത്തിരി ശബ്ദം ഉണ്ടാക്കാതെ നമുക്ക്. എൻ്റെ അടുത്ത് വന്ന എന്തിനാ? അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചു, തോറ്റുപോയി, അതിന് കൗൺസിലിംഗ് എടുക്കണം. ഞാൻ അത് നല്ല രീതിയിൽ പറഞ്ഞു. ഫാനിൽ കുരുക്കിടരുത്, കുരുക്കിടുമ്പോൾ അതിൻ്റെ ഹുക്കിൽ കുരുക്കിടണം.
കുഞ്ഞുങ്ങൾക്ക് തോക്കാൻ പേടിയാണ്. പരീക്ഷയ്ക്ക് 2 സബ്ജക്റ്റ് തോറ്റതാണ് +2-ൽ. ഞാൻ കൊച്ചിനോട് ചോദിച്ചു, കൊച്ചേ മോൾക്ക് എന്തിനു പോകാനാണ് ഇഷ്ടം? അവൾ പറഞ്ഞു എനിക്ക് നേഴ്സിങ്ങിന് പോകണം. മാർക്കെല്ലാം കൂട്ടി നോക്കിയപ്പോൾ ആകെ 58-60% കണ്ടേ ഉള്ളൂ. 70% വേണം ലോൺ കിട്ടണമെങ്കിൽ. ഞാൻ പറഞ്ഞു ഈ തോറ്റ 2 സബ്ജക്റ്റൂടെ എഴുതിയെടുത്താൽ മോൾക്ക് 70 ഒപ്പിക്കാൻ പറ്റത്തില്ല. ഇത്രയൊക്കെ മോള് മേടിച്ചില്ലേ? ഇതാണ് അപ്രിസിയേഷൻ ആദ്യം കൊടുത്തിട്ട് പിന്നെ വഴക്ക് പറയണം. നമ്മുടെയൊക്കെ ടീച്ചിങ് എങ്ങനെ? നമ്മൾ കൊച്ചിൻ്റെ മാർക്ക് കേൾക്കുമ്പോഴത്തേക്ക് വന്ന് ചാടിത്തുള്ളി, എന്തിനാടി നീ പഠിക്കാൻ പോകുന്നത്? കഷ്ടപ്പെട്ട് ഞങ്ങൾ ഉണ്ടാക്കുന്ന അടി നിനക്ക് കൊണ്ട് കളയാനല്ലടി, അല്ലേ? നീ എന്തിനാ പഠിക്കാൻ പോകുന്നത്? നാട്ടിലായിരുന്നു നീ പറഞ്ഞത് ഞാൻ പശുവിനെ മേടിച്ചു തരാം, നീ പശുവിനെ നോക്കി വീട്ടിൽ ഇരി, അല്ലെങ്കിൽ നീ വീട്ടിൽ ഇരിക്കുക എന്നൊക്കെ നമ്മൾ പറയും. ഇതാണ് നമ്മുടെ പേരൻറ്റിങ് സ്റ്റൈൽ. അപ്പം ഞാൻ ആ കൊച്ചിനോട് ആദ്യം അപ്രീഷിയേറ്റ്, മോൾ ഇത്രയും സബ്ജക്റ്റ് ജയിച്ചതല്ലേ, ഈ 2 സബ്ജക്റ്റാണോ മോൾക്ക് ജയിക്കും, +2 വരെ എത്ര എക്സാം ഒക്കെ എഴുതിയതാ എന്നൊക്കെ പറഞ്ഞ് ആദ്യം അങ്ങ് മോട്ടിവേറ്റ് ചെയ്ത് എയറിൽ നിർത്തി. എന്നിട്ട് ഞാൻ പറഞ്ഞു ഒന്ന് നോക്ക്, ഇതിന് 2 എണ്ണം കിട്ടുമെന്നേ, 1 വർഷം ഉണ്ടല്ലോ നമ്മുടെ മുന്നിൽ, ഈ വർഷം തന്നെ പോകണമെന്ന് എന്തുവാ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ കൊച്ചിന് ചെറിയൊരു ബൾബ് കത്തി. ആ കൊച്ച് പോയിരുന്ന് കുത്തിയിരുന്ന് പഠിച്ചിട്ട് അവൾക്ക് 77% മാർക്ക് കിട്ടിയിട്ട് അവൾ നേഴ്സിങ്ങിന് ബാംഗ്ലൂർ എബനേസറിൽ അഡ്മിഷനും കിട്ടി. എന്നിട്ട് എന്നോടത്ത് വന്നിട്ട് പറയാം തോറ്റത് നന്നായെന്ന്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് തോക്കാൻ പേടിയാണ്. പലപ്പോഴും തോൽവികൾ ഏറ്റവും ബെസ്റ്റ്. നമ്മളെന്ത് ചെയ്യും? നമ്മുടെ കുഞ്ഞ് തോക്കാതിരിക്കാൻ ഇവർ ഗെയിം കളിക്കുന്നത് പോലും നമ്മൾ കണ്ടിട്ടില്ല. അവർ തോക്കുമെന്ന് ഉറപ്പാകുമ്പോൾ ഗെയിമിൽ നിന്ന് അവർ ചാടും, അല്ലെങ്കിൽ അടുത്ത ഗെയിം എടുക്കും, അല്ലെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്യും. അവർ ഗെയിം കളിക്കുവാണെങ്കിൽ ഫോൺ മേടിച്ച് വെക്കുകയല്ല ചെയ്യേണ്ടത്. നീ ആ ഗെയിം മുഴുവൻ കളിച്ചിട്ട് പോയാൽ മതി എന്ന് പറയണം. അവൻ തോക്കട്ടെ, ഗെയിം മുഴുവൻ കളിച്ചിട്ട് അവൻ്റെ നിന്ന് ഫോൺ മേടിക്കാവുള്ളൂ. അതുവരെ അവൻ്റെ കൂടെ ഇരിക്കണം. ഞാനോടൊന്ന് കാണട്ടെ നീ എന്തോ ഗെയിമാണ് കളിക്കുന്നതെന്ന്. നമ്മൾ അവൻ്റെ നിന്ന് ഫോൺ അങ്ങ് മേടിച്ച് വെക്കും. അങ്ങനെ മേടിച്ച് വെച്ചാൽ എന്താണെന്നറിയാമോ? അവർക്ക് എവിടെ ചാൻസ് കിട്ടിയാലും അവർ ഉപയോഗിക്കും. അവരുടെ നീ ആ ഗെയിം ഒന്ന് കളിച്ച്, എനിക്കറിയത്തില്ല, നീ ഒന്ന് കളിച്ച്, അവൻ തോക്കുമെന്ന് ഉറപ്പാവും. നീ കളിക്കടാ, നീ കളിച്ച് നോക്കിയിട്ട് അന്തസ്സായിട്ട് ആണുങ്ങളെ പോലെ ഇറങ്ങി വരാൻ പറയണം. തോക്കാൻ പഠിക്കട്ടെ. ഏതായാലും അതിനൊക്കെ ഏറ്റവും നല്ലത് നമ്മുടെ കുഞ്ഞുങ്ങൾ തോക്കാൻ പഠിക്കണം, തോൽവി എക്സ്പീരിയൻസ് ചെയ്യണം. എന്നും അവർക്ക് ഈ ലൈഫ് ഒന്നുമല്ല. നമ്മുടെ ലൈഫിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ വേറെ വേർഷനായിരിക്കും അവരനുഭവിക്കുന്നത്. അപ്പോൾ ചെറിയൊരു പ്രശ്നം വന്ന് എന്തോ ചെയ്യും അവരെന്ത് ചെയ്യും? അവർ ഫേസ് ചെയ്യത്തില്ല. അവർ സൂയിസൈഡ് എന്നൊക്കെ പറഞ്ഞു പോകും, അല്ലെങ്കിൽ അവർ നാട് വിട്ടു പോകും. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം അവരെ തോക്കാൻ പഠിപ്പിക്കണം ആദ്യം. എങ്ങനെ നമ്മൾ തോക്കാൻ പഠിപ്പിക്കുന്നത്? അവർ പാട്ട് പാടാൻ കഴിവുണ്ടെന്നും പറഞ്ഞ് പാട്ടിന് മാത്രം ചേർക്കരുത്. പാട്ട് പാടാൻ കഴിവില്ലാത്തവനെ പാട്ട് പാടാൻ മത്സരത്തിന് ചേർക്കണം. എന്നിട്ട് ഇവൻ പാട്ട് പാടണം, ഇവൻ തോക്കണം, എല്ലാവരും കൂവണം, ഇവൻ അവിടെ നിന്ന് കരയണം, എന്നിട്ട് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വരണം. ഇവൻ തോൽവിയെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുകയാണ്. ഇതൊക്കെ പ്രാക്ടിക്കലാണ്, ചെയ്താൽ നല്ലതാണ്. അടുത്തത്, ഈ കുഞ്ഞുങ്ങളുടെ സമയമില്ലാത്തതുകൊണ്ടാണ് വേഗത്തിൽ പോകുന്നത്. അവിടെയൊക്കെ നിന്ന് ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ട്. ഏതായാലും നിങ്ങൾക്ക് എന്നെക്കാളൊക്കെ പ്രായമുള്ളവരല്ലേ. ഞാൻ എങ്ങാണ്ട് 27-26 വയസ്സും കണ്ടുള്ളൂ. എന്നെക്കാളും പ്രായമുള്ളവരായതുകൊണ്ട് നിങ്ങൾക്ക് അത് ഗസ് ചെയ്തെടുക്കാൻ പറ്റുമല്ലോ. അടുത്ത ഇമോഷണൽ ചേഞ്ചസ്, വൈകാരിക മാറ്റങ്ങൾ. കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന വൈകാരിക മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നറിയോ? 1, ഐഡന്റിറ്റി ഫോർമേഷൻ. ഈ പ്രായത്തിലാണ് ഇവരുടെ വ്യക്തിത്വം ഫോർമേറ്റ് ചെയ്യുന്നത്, അവരുടെ ഐഡന്റിറ്റി ഫോർമേറ്റ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കുന്ന ചില മൂല്യങ്ങളും അവർ വിശ്വസിക്കുന്ന ചില വാല്യൂസും ബിലീവ്സും അതിൽ നിന്ന് അവർ മാറത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അവർ തല്ലിക്കോ ഞാൻ സമ്മതിച്ചു തരത്തില്ല, തല്ലിക്കോ ഞാൻ മാറത്തില്ല, എടി നീ അവനെ പ്രേമിക്കല്ല, തല്ലിക്കോ എനിക്കതല്ലാതെ പറ്റത്തില്ല. ഇവരുടെ ആ വാല്യൂസിലും ആ സിസ്റ്റത്തിലും അവർ ഉറച്ചു നിൽക്കാൻ അവർ ശ്രമിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ആ വ്യക്തിത്വം രൂപീകരിക്കപ്പെടുന്നതാണ്. അവിടെ കട്ട് ആൻഡ് റൈറ്റ് നോ അല്ല പറയേണ്ടത്, നമുക്ക് പറയാം, നമുക്ക് ശ്രമിക്കാം. നീ ആദ്യം ഇതാണ് നിന്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞ് അവളെ മൈൻഡ് ഡൈവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇനി 8 മിനിറ്റോടെ ഉള്ളൂ, വേഗത്തിൽ പറഞ്ഞു പോകണേ. അടുത്ത ഇൻക്രീസ് ഇൻഡിപെൻഡൻസ്. ഈ 17-18 പ്രായമാകുമ്പോഴത്തേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ, അതുവരെ ഡു ആൻഡ് ഡോൺസി വളർന്ന കുഞ്ഞുങ്ങൾ പെട്ടെന്ന് കിട്ടുന്ന ഒരു ഫ്രീഡം ഉണ്ട്. ഈ നമ്മൾ നേഴ്സിങ്ങിന് വിടുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പഠിക്കാൻ വിടുന്നു, അല്ലെങ്കിൽ സ്കൂളിൽ ഫോൺ ഉപയോഗിക്കാൻ കിട്ടുന്നു. അതുവരെ മമ്മിയുടെ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കൊച്ചിന് സ്വന്തമായിട്ട് ഫോൺ കിട്ടുന്നു. ഇവർ ഈ ഫ്രീഡം ഭയങ്കരമായിട്ട് ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഈ ഫ്രീഡത്തെ അങ്ങ് ആസ്വദിക്കും. അവർക്കൊരു ഓട്ടോണമിയൊക്കെ ഇത് ചെയ്യും, സ്വയം ഭരണം. ഞാൻ എന്നെ തന്നെ ഭരിക്കും, ഞാനാണ് എൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. നല്ല നിങ്ങൾ എന്തിനാ എൻ്റെ പുറകെ എപ്പോഴും നടക്കുന്നത്, ഞാൻ എന്നെ കൊച്ചുകുട്ടിയാണോ, എന്തിനാ എൻ്റെ പുറകെ എപ്പോഴും എന്നൊക്കെ സംസാരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും. ഞാൻ ആരാണ്, ഞാൻ ആരെന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ഉള്ള ഒരവസ്ഥയിലേക്ക് വരുന്ന ഒരു പ്രായം. അടുത്തത് ഇൻറ്റൻസിഫൈഡ് ഇമോഷൻസ്. അവർക്കുള്ള ഇമോഷൻസ് തീവ്രമാകുന്ന ഒരു പ്രായമാണ് ഈ ടീനേജ്. എന്ന് പറഞ്ഞാൽ അവർക്കൊരാളോടൊരു പ്രേമം തോന്നിയാൽ അതിൻ്റെ എക്സ്ട്രീം ലെവലിൽ അവർ പോകും. അവർക്കറിയാം ഇത് ശരിയാകത്തില്ലെന്ന്,
അമ്മ പറഞ്ഞു നോ, എന്നാൽ ഇന്ന് ഒപ്പിച്ചിട്ടേ ഉള്ളൂ. നമ്മൾ നോ പറയുന്ന അവർക്ക് അപ്പോൾ ഇഷ്ടപ്പെടത്തില്ല. ഏതൊരു ഫീലിങ്ങിലും അവർക്ക് ഭയങ്കരമായിട്ട് അതിൻ്റെ അടുത്ത ഒരു അവസ്ഥയിലേക്ക് പോകും. അപ്പോൾ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, നമുക്ക് അവരെ പറഞ്ഞ് സ്നേഹത്തോടെ പറഞ്ഞ് മനസ്സിലാക്കി അവിടെ നടക്കത്തുള്ളൂ. അവിടെ കട്ട് ആൻഡ് റൈറ്റ് ഒന്നിലും നോ പറയാൻ അത് പറ്റത്തില്ല. അടുത്തത് ഐഡൻറ്റിറ്റി ക്രൈസിസ്. ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്ന് പറഞ്ഞാൽ മുമ്പേ പറഞ്ഞതുപോലെ എനിക്കൊരു വ്യക്തിത്വ ഇല്ലായ്മ അവർക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. എന്നെ കാണാൻ കൊള്ളത്തില്ല, എനിക്ക് കഴിവില്ല, അങ്ങനെയൊക്കെ പറയുന്ന ഒരവസ്ഥ. അടുത്തത് റോൾ കൺഫ്യൂഷൻ എന്ന് പറയുന്നൊരവസ്ഥ. റോൾ കൺഫ്യൂഷൻ. എൻ്റെ സ്ഥാനം എന്താണ്, എൻ്റെ സ്ഥാനം എന്താണ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞാൽ പേരൻസിന് കുഞ്ഞുങ്ങളെ കുറിച്ച് ഭയങ്കര ഒരു ഇതുണ്ട്. ഇങ്ങനെ ആയിരിക്കണം. പ്രതീക്ഷയുണ്ട്. ഫാമിലിക്ക്, ചർച്ചിന്. എന്നോടൊരു ചർച്ചിലെ പാസ്റ്ററിന്റെ മോൾ എന്നോട് വന്നിട്ട് പറഞ്ഞു, അങ്കിളെ തോക്കാൻ എനിക്ക് പേടിയാ. കാര്യം എൻ്റെ പപ്പ എല്ലാവരും ജയിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച് ബാക്കി എല്ലാവരും ജയിച്ചിട്ട് ഞാൻ തോറ്റാൽ എന്ത് സംഭവം? അതാകുമ്പോൾ എക്സാമിൻ്റെ ആ സമയത്ത് ഇവരനുഭവിക്കുന്ന ഒരു പ്രഷറുണ്ട്, ഒരു പെയിൻ ഉണ്ട്. സോ അവർ ഞാൻ എപ്പോഴും പറഞ്ഞത് എങ്ങനെ പഠിക്കണം എന്ന് പറയുന്നതിനെക്കാട്ടിലും എന്തിനു വേണ്ടി പഠിക്കണമെന്ന് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുക. എന്തിനു വേണ്ടി പഠിക്കണം എന്നൊരു ബോധ്യം അവർക്ക് കൊടുക്കുക. പിന്നെ മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യുന്നത്. അത്രയും പറഞ്ഞിട്ട് ഞാൻ ആ ഒരു ഇഷ്യൂ. 3 തരത്തിലുള്ള പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്. 3 തരത്തിലുള്ള പേഴ്സണാലിറ്റി. ഒന്നാമത്തെ കുഞ്ഞുങ്ങൾ ആർക്കും വഴങ്ങത്തില്ല, ആരെന്നാ പറഞ്ഞാലും 2 ജീവിതത്തെ വളരെ ലാഘവത്തോടെ കാണുന്ന കുഞ്ഞുങ്ങൾ. ജീവിതത്തെ അതൊന്നും കാര്യമില്ല, എക്സാമിൻ്റെ തലേദിവസമൊക്കെ ഇരുന്ന് പഠിക്കുന്നത്, എക്സാം സേ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. 3 ലൈഫിനെ വളരെ ക്രിയാത്മകമായി കാണുന്നു. എനിക്കിങ്ങനെയാണ്, 10 കഴിയുമ്പോൾ അങ്ങനെയാണ്, +2 കഴിയുമ്പോൾ അങ്ങനെയാണ്, അത് കഴിയുമ്പോൾ ഇതാണ്, ഇത് കഴിയുമ്പോൾ അതാണ്. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലൊന്നും കാര്യം നടക്കത്തില്ല, അതാണ് സത്യം. എങ്കിൽ പോലും അവരെന്തെങ്കിലുമൊക്കെ ആകാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ തോറ്റാലും, തോൽവി എന്ന് പറയുന്നത് ശ്രമിക്കുന്നതിൻ്റെ വേറെ ഒരു മീനിങ്. ഞാൻ തോറ്റുപോയോ? അല്ല, ഞാൻ ശ്രമിച്ചായിരുന്നല്ലോ എന്നുള്ള ഒരിതാണ്. അപ്പം നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം, ക്രിയാത്മകമായി ചിന്തിക്കുന്നവരുടെ കൂടെയാണ് ആർക്കും വഴങ്ങാത്ത, ലൈഫിനെ ലാഘവത്തോടെ കാണുന്ന നമ്മൾ കയറി മത്സരിക്കേണ്ടത്, നമ്മുടെ കുഞ്ഞുങ്ങൾ കയറി മത്സരിക്കേണ്ടത്. അപ്പം എന്തിനു വേണ്ടിയാണ് പഠിക്കുന്നത് എന്നുള്ള ഒരു ഇഷ്യൂ. അടുത്ത ഈ പ്രായത്തിലുണ്ടാകുന്ന ഒരു ഇഷ്യൂ ആണ്, സൈക്കോളജിക്കൽ ഇഷ്യൂ ആണ്, സിബ്ലിംഗ് റൈവലറി എന്ന് പറയുന്നത്. ചേട്ടനും അനിയനും, ചേട്ടത്തെയും അനിയത്തിയും, ആങ്ങളെയും പെങ്ങളും തമ്മിലുള്ള വഴക്ക്. അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കുക. അതിന് ഏറ്റവും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് യാക്കോബ് ഏശാവ്. പറഞ്ഞു കൊടുക്കണം. യാക്കോബ് ഏശാവിനെ പറ്റിച്ചപ്പം അടുത്ത തലമുറ വന്നപ്പോൾ കുഞ്ഞുങ്ങൾ കൂട്ടമായി ചേർന്നിട്ട് യാക്കോബിനെ പറ്റിച്ചു. ഈ പൊട്ടൻ ചതിച്ചാൽ പൊട്ടനെ ദൈവം ചതിച്ചു എന്ന് പറയുന്നത്. അതുകൊണ്ട് കുഞ്ഞുങ്ങളോട് പറയണം, നിങ്ങൾ സ്നേഹത്തോടിരിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ അത് പറഞ്ഞിട്ട് ഞാൻ എത്ര അങ്ങ് വിടുക, അതുപോലെ ഇനി അടുത്ത് കുഞ്ഞുങ്ങൾക്ക്. പിന്നെ നമ്മൾ ഈ പേരൻറ്റിങ്ങിൻ്റെ ഏറ്റവും വലിയ ഇഷ്യൂ ആണ് നമ്മുടെ ഇപ്പം കുഞ്ഞുങ്ങളൊരു മാർക്ക് കുറഞ്ഞു, പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു, നമ്മൾ എങ്ങനെ ആയിരിക്കും അത് അവരോട് പറയുന്നത്? നമ്മൾ എങ്ങനെ ആയിരിക്കും ആ കുഞ്ഞുങ്ങളെ അത് കറക്റ്റ് ചെയ്യുന്നത്? നമ്മളവരെ കറക്റ്റ് ചെയ്യുമ്പം ആദ്യമേ നമ്മൾ നെഗറ്റീവ് പറയരുത്. ഇപ്പോൾ സ്കൂളിൽ ചെന്ന് PTA മീറ്റിംഗ് വന്ന് പേപ്പർ കണ്ടപ്പോൾ എല്ലാത്തിനും ഇങ്ങനെ 1, 2, 7, 3 എന്നൊക്കെ പറഞ്ഞ് ഫോൺ നമ്പർ എഴുതിയേക്കുന്ന മാർക്ക് എഴുതിയേക്കുക. നമുക്കാകെപ്പാടെ സങ്കടമായി. ഈ സങ്കടം നിറച്ച് വെച്ചിട്ട് നമ്മൾ കുഞ്ഞു വീട്ടിലോട്ട് കയറി വരുമ്പോഴേ പറയാം, ഇതിനാ നീ പഠിക്കുന്നത്, ഇങ്ങനെയാണോ പഠിക്കണ്ടേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും? അങ്ങനെ പറയുമ്പോഴാണ് ആ കുഞ്ഞുങ്ങൾ പഠിക്കുന്നത്. സാരമില്ലടാ, പരീക്ഷയൊക്കെ ഇങ്ങനെയൊക്കെയാ, നീ അടുത്ത പ്രാവശ്യം നോക്ക്, നിനക്ക് കിട്ടും. കണ്ടിട്ടില്ലേ ഈ റിയാലിറ്റി ഷോയ്ക്ക് ജഡ്ജസ് ഒക്കെ ഇരിക്കുന്നത് കണ്ടിട്ടില്ലേ? പാട്ടുകുളവാ, മൊത്തം വെള്ളി വീണു. എന്നാൽ ഇവർ പറയും എന്ത് രസമായിരുന്നു, ആ വന്ന് നിപ്പും നോട്ടവും, എന്ത് രസമായിരുന്നു. പക്ഷെ പാടി തുടങ്ങിയപ്പോൾ ആദ്യത്തെ വരി പാടിപ്പിച്ചിട്ട് പോയിട്ടുണ്ട്, 2ാമത്തെ വരി സംഗതി കിട്ടിയിട്ടില്ല. ചുരുക്കി പറഞ്ഞ പാട്ട് കുളവായി. എന്നാലും ആദ്യം അപ്രീഷിയേറ്റ് ചെയ്യുക.
വരുമ്പോൾ ഇപ്പൊ മാർക്ക് കുറഞ്ഞു, പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു, പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം വെച്ചിട്ട് ഇത് ചെയ്യുക, എന്നിട്ട് അവരെ വഴക്ക് പറയുക. വഴക്ക് പറയാതിരിക്കുന്നത് സ്നേഹത്തോടെ ഒരു പെറ്റിംഗ് ആണ് നല്ലത്. സാരമില്ല മോളെ, അവർ മനഃപൂർവ്വം പഠിച്ചിട്ട് എഴുതാതിരിക്കുന്നൊന്നും അല്ലല്ലോ, നീ കുറച്ചുകൂടെ ശ്രദ്ധിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്താൽ മതി. പിന്നെ ഈ പ്രായത്തിലുണ്ടാകുന്ന ഇൻഫാക്ച്വേഷൻസ് അറിയാമല്ലോ, അവർക്ക് ഈ ഏത് ഇമോഷൻസും തീവ്രമാകുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ഇൻഫാക്ച്വേഷൻസ് ഉണ്ടാകുന്നത്. അത് അതിന് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തുകൊണ്ട് അത് പറ്റുന്നില്ല, എന്തുകൊണ്ട് അത് വേണ്ട എന്നുള്ളത് നീ പ്രേമിക്കണ്ട എന്ന് പറഞ്ഞു കൊടുക്കുന്നു. നമ്മൾ ബിബ്ലിക്കലി അതിനെയൊക്കെ അപ്രോച്ച് ചെയ്യുവാണെങ്കിൽ, ദൈവഹിതമല്ലാത്തതിന് കൈവച്ച് കഴിഞ്ഞാൽ ദൈവം നമ്മൾ കോൺസിക്വൻസസ് ഫേസ് ചെയ്യുന്നവരെ പഠിപ്പിക്കുക. ഇപ്പം ബൈബിളിൽ പറയുന്നുണ്ട്, ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിലൊന്ന്, മനുഷ്യർ പെരുകി തുടങ്ങിയപ്പോൾ മനുഷ്യന്റെ പുത്രിമാരെ ദൈവത്തിന്റെ പുത്രന്മാർ അങ്ങനെയല്ല, സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് ബോധിച്ചവരെ ഭാര്യമാരായിട്ട് തിരഞ്ഞെടുത്തു. 6-ാമത്തെ വാക്യത്തിൽ മനുഷ്യനെ ഉണ്ടാക്കുകൊണ്ട് ദൈവം ദുഃഖിച്ചു, അവരെ സൃഷ്ടിക്കുകൊണ്ട് ദൈവം അനുതപിച്ചു. അപ്പൊ ദൈവം അനുതപിച്ചത് അപ്പം നമ്മൾ ഓർക്കും ഈ ഡിവോഴ്സ് ഒക്കെ നടക്കുന്നത്. ഇവിടെ തന്നെ കഴിഞ്ഞ ദിവസം ഒരു പെന്തക്കോസ്ത് ഫാമിലിയുടെ ഒരു ഡിവോഴ്സിന്റെ പേപ്പർ വക്കാലത്ത് ഒപ്പിട്ടായിരുന്നു. അപ്പൊ എന്നോട് കൂടെ വന്ന ഒരാൾ ചോദിച്ചു, പാസ്റ്ററെ നമ്മൾ ഇതിനൊക്കെ കൂട്ടു നിൽക്കുന്നു. ഞാൻ പറയും, ദൈവഹിതം ആയിരിക്കത്തില്ല. ഗോഡ്സ് വില്ലുണ്ട്, ഗോഡ്സ് പെർഫെക്റ്റ് വില്ലുണ്ട്. ദൈവഹിതമാക്കിയെടുക്കുന്നതുകൊണ്ട് കോൺസിക്വൻസസ് നമ്മൾ അനുഭവിക്കണം. എന്നാൽ ഗോഡ്സ് പെർഫെക്റ്റ് വില്ലാണെങ്കിൽ ദൈവം അതിൻ്റെ കോൺസിക്വൻസസ് നോക്കിക്കോളും. അത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. സമയമില്ലാത്തതുകൊണ്ട് വേഗത്തിൽ പോവാണേ. അടുത്ത അഡിക്ഷൻസ്. നമ്മുടെ കുഞ്ഞുങ്ങൾ കടന്നു പോകുന്ന അടുത്ത ഒരു ഏരിയ ആണ് അഡിക്ഷൻസ്. അഡിക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 തരത്തിലുണ്ട്. സബ്സ്റ്റൻസ് അഡിക്ഷൻസും ഉണ്ട്, നോൺ സബ്സ്റ്റൻസ് അഡിക്ഷൻസ് ഉണ്ട്. സബ്സ്റ്റൻസ് അഡിക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൽക്കഹോള് അങ്ങനത്തെയൊക്കെ സാധനങ്ങൾ. നോൺ സബ്സ്റ്റൻസ് അഡിക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഈറ്റിങ്, ഗെയിമിങ്, ഗാംബ്ലിങ്, പോണോഗ്രാഫി, മാസ്റ്റർബേഷൻ. അത് എന്താണെന്നും അത് തെറ്റാണെന്നും അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ മതി. കഴിഞ്ഞ അതിൻ്റെ കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു 2 മിനിറ്റ് കിട്ടുമോ? ഇല്ല, ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് മാറും. മാറുമല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.